സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ വാർത്തകളും വിശേഷങ്ങളുമായി കലകലാരവം ആരംഭിക്കുകയാണ്. ഇത് 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ എത്രാം ദിനമാണ്? 4ാം ദിനമാണ്. അപ്പോൾ ഈ 4ാം ദിനത്തിൽ ദിവസം കൂടിയേ ഉള്ളൂ. അതായത് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ മത്സരങ്ങളുണ്ട്. ഇനി നാളെയാണ് സമാപനം നടക്കാൻ പോകുന്നത്. എന്തായാലും മത്സരം ഇങ്ങനെ പിരിമുറുക്കത്തിലേക്ക് കടക്കുകയാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും പൊടി പൊടിക്കുകയാണ്. ഇവിടെ മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു അന്തരീക്ഷം തന്നെ ആഘോഷത്തിന്റെയാണ് ഇവിടെ. അതെ, നാളെ കലോത്സവം അവസാനിക്കുന്നതിന്റെ ഒരു ദുഃഖമുണ്ടല്ലോ അവരുടെ മുഖത്ത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വലിയൊരു എന്താ പറയാ ഒരു കലാമാമാങ്കത്തിന്റെ ഭാഗമായിരുന്നുവല്ലോ നമ്മൾ ഇത്രയും ദിവസമായിട്ട്. നമ്മൾ അറിഞ്ഞതേയില്ല, മണിക്കൂറുകൾ പോകുന്നതോ നമ്മൾ ഇവിടെ ചെലവഴിക്കുന്നതോ ഒന്നും അറിയുന്നതേയില്ല. നമ്മൾ എത്ര പ്രതിഭകളെയാണ് ദിവസവും കാണുന്നത്, അവരുടെ പെർഫോമൻസ് കാണുന്നു, അവരെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഉറപ്പായിട്ടും വിഷമമുണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അല്പം ഒന്ന് കരിഞ്ഞു എന്നുള്ള ദുഃഖം മാത്രമേ. അതെ, അത് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കലോത്സവ വേദിയിലെ വാർത്തകൾ കാഴ്ചകളിലേക്കൊക്കെ പോകും മുമ്പ് അതിഥിയുണ്ട്, പെർഫോമൻസുകളുണ്ട്. ഇതിലേക്കൊക്കെ പോകും മുമ്പ് നമുക്ക് ഇതുവരെയുള്ള ഒരു പോയിന്റ് നിലവാരം എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഞാൻ അതിനായി MG മിഥുനെ വിളിക്കുകയാണ്. മിഥുൻ, കമോൺ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതിന്റെ മുഖത്തെ സന്തോഷത്തിൽ കൊല്ലം വീണ്ടും ആദ്യ 4 എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ഉറപ്പായിട്ടുണ്ട്. 5 ഓക്കെ, അപ്പൊ പോയി 1ാം സ്ഥാനത്ത് കണ്ണൂർ തന്നെയാണ്. 674 പോയിന്റുമായി ബഹുദൂരം മുന്നിലേക്ക് അവർ പോകുന്നു. പക്ഷേ പാലക്കാട് 63 പോയിന്റുമായി 2-3 സ്ഥാനങ്ങളിൽ ഈ 2 ജില്ലകൾ തുടരുന്നു. 4ാം സ്ഥാനത്ത് തൃശൂരാണ് 646 പോയിന്റുമായി. 5ാം സ്ഥാനത്താണ് ആതിഥേയരായിട്ടുള്ള കൊല്ലമുള്ളത് 638 പോയിന്റാണ്. ഒരുപക്ഷെ ഒരു കിരീടത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇനിയുള്ള ഇന്നത്തെ മത്സരങ്ങളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40-ലധികം ഇനങ്ങളിൽ ഇന്ന് കൊല്ലത്തെ ചുണക്കുട്ടികൾ മത്സരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെയാണ് അതിലൊക്കെ എ ഗ്രേഡ് കിട്ടിയാൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ കപ്പിൽ മൂത്തവിടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ നമ്മൾ അതിൽ സ്കൂളുകളുടെ കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് പാലക്കാടിലെ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 171 പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ്. അതായത് അതാണ് അവര് കിരീടം സ്കൂൾ തലത്തിൽ ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് 2ാം സ്ഥാനത്തുള്ള കാർമൽ ഹയർ സെക്കൻഡറി വഴുതക്കാട് തിരുവനന്തപുരം 87 പോയിന്റ് മാത്രമാണ്. അതിൽ ഏകദേശം ഒരു 90 പോയിന്റിന്റെ വ്യത്യാസം ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഏകദേശം കിരീടം ഈ സ്കൂൾ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സ്കൂളിന്റെ കാര്യം. അതായത് കലോത്സവത്തിന് വേണ്ടി സ്പെഷ്യലി ഓറിയന്റഡ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. വർഷങ്ങളായിട്ട് അതെ, ഒരു 6 മാസക്കാലത്തോളം ഈ പഠനത്തിനോടൊപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് ആ സ്കൂൾ ഒരുങ്ങുന്നത്. അത്രത്തോളം കുട്ടികളെ മറ്റൊരു സ്കൂൾ അണിനിരത്തുന്നുണ്ടോ? എല്ലാ വിഭാഗങ്ങളിലും മത്സരിക്കാൻ കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 4ാം ദിനമാണ് ഇന്ന്. കുറേയധികം ഇനങ്ങളുണ്ട്, 65ഓളം ഇനങ്ങൾ വേദിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ കോൽക്കളിയുണ്ട്, വട്ടപ്പാട്ടുണ്ട്. നമുക്ക് വട്ടപ്പാട്ട് ഇന്ന് പ്രധാനമായി എത്തിക്കണം, കാരണം എന്റെ ഒരു ഇനം കൂടെയാണ്. അതുകൊണ്ട് എന്തായാലും കലോത്സവത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നു, വട്ടപ്പാട്ട് എന്നൊക്കെ. അതുകൊണ്ട് അവരെ നമ്മൾ എന്തായാലും പ്രത്യേകം പരിഗണിക്കേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ പോയിരുന്നു, പക്ഷേ ഇന്നലെ മത്സരം വൈകിയാണ് തുടങ്ങിയത്. കാരണം ഈ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മത്സരങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലത്തെ ഒരു 3 മണിയോടുകൂടി ചവിട്ട് നാടകം പൂർത്തീകരിച്ചതിന് ശേഷം സോപാനത്ത് നിന്ന് പിന്നീട് വട്ടപ്പാട്ടുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് വട്ടപ്പാട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. പുലർച്ചയോടെയാണ് വട്ടപ്പാട്ട് ടീമുകൾക്ക് അവരുടെ മത്സരം പൂർത്തീകരിച്ചത്. അത് കുട്ടികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഉറക്കം നിൽക്കാൻ പറ്റില്ല ആ രീതിയിൽ. അപ്പം അത് പെർഫോമൻസിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. കൂടാതെ തന്നെ അവർ ഉച്ച മുതൽ ഇത് ഒരുങ്ങി നിൽക്കുന്നതാണ് ഈ വേഷമൊക്കെ ഇട്ട്. വൈകാനുണ്ടാവുന്ന ഒരു കാരണം ഈ അപ്പീലുകളുടെ എണ്ണം കൂടുന്നതാണ്. സംഘാടകരെ പിഴവ് പറഞ്ഞിട്ട് കാര്യമില്ല. സംഘാടകർ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എണ്ണം അത്രമാത്രം വരിക. മന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ 9ഉം 10ഉം സ്ഥാനങ്ങളിലെത്തിയ ജില്ലാതലത്തിലെത്തിയ കുട്ടികൾ പോലും അപ്പീലുമായി, മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതിയിൽ വരെ അപ്പീലുമായി ചെല്ലുന്നതാണ്. അത്തരത്തിലുള്ള അപ്പീലുകളുടെ ഒരു ബാഹുല്യം, അതാണ് ഈ ഒരു സംഘാടനത്തിലുള്ള ഒരു പിഴവ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പിഴവിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമെന്നാണ് മന്ത്രി പറയുന്നത്. അതിലൊരു കോടതി അപ്പീലിന്റെ കാര്യത്തിൽ നമുക്ക് ഈ കുട്ടികളെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഈ അപ്പീല് നേടി ഇവിടെ വന്ന് എത്ര കുട്ടികളാണെന്നറിയോ ഈ ജില്ലയിലൊക്കെ ഫസ്റ്റ് വാങ്ങിയെത്തിയ ടീമിനെയൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇനങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അപ്പീല് കൊടുത്തു വന്നു എന്നുള്ളതിനെ നമുക്ക് അവരെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനോ പറ്റില്ല. കാരണം അവർ മികച്ച ടീം തന്നെയാണെന്ന് അവർ ആര്യൊന്നും പണ്ട് അപ്പീൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇല്ല, ഞാൻ അപ്പീൽ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും സംസ്ഥാന കലോത്സവത്തിൽ വന്നിരുന്നേനെ. പക്ഷേ സ്കൂൾ സമ്മതിച്ചില്ല, എന്ത് ചെയ്യാൻ. ശരി, ഓക്കെ. ഞാനേ നമ്മുടെ ഐശ്വര്യ അനിലിനെ കൂടി ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്. ഐശ്വര്യ കലോത്സവ വേദിയിൽ
ഇങ്ങനെ ഓടി പാറി പറന്ന് നടക്കുന്ന ചെമ്പരൻ എന്നൊക്കെ പറയുന്ന അല്ല രാഗി പറഞ്ഞല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇത്രയും ദിവസവും നല്ലൊരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കലോത്സവം റിപ്പോർട്ട്, ഞാനും ആര്യൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ കലോത്സവത്തിന് വന്ന് അതിന്റെ ഒരു വൈബൊക്കെ ആയി സെറ്റായി. ഇനി കലോത്സവം നാളെ തീരും, അതെ, അതാണ്. വീണ്ടും തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് പോകണം. അതെ, തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ കലോത്സവം തീരുന്നത് ഒരു ചെറിയ വിഷമം. ഓക്കെ, ഞാനേ നമ്മുടെ പ്രൊഡ്യൂസറെ കൂടി വിളിക്കുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസർ അനൂപ് ബേബി ഉണ്ട്. അനൂപ് ബേബിയും ഈ കലോത്സവ നഗരിയിലേക്ക്, കലോത്സവ വേദിയിലേക്ക് ആദ്യമാണ്. അനൂപ് കമോൺ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് കലോത്സവ എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല, അത്രേ ഉള്ളൂ. അനൂപ് ഏതെങ്കിലും കലോത്സവ ഐറ്റത്തിൽ ഏതെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ നേരത്തെ? യാതൊരുവിധ കലാ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു മനുഷ്യനെ അരസികനാണല്ലേ? പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അന്താക്ഷരി ഒരു മത്സരമായിരുന്നെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമായിരുന്നു. അന്താക്ഷരി വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അല്ല, അന്താക്ഷരിക്ക് പകരം അതിനിവിടെ അക്ഷര ശ്ലോകം മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തള്ളിപ്പ് വരും. അല്ലെ, എൽദോപോളിനോട് മത്സരിക്കാൻ പറ്റില്ല എന്നൊരു തള്ളിപ്പ് വരും. അത് തെളിഞ്ഞതല്ലേ, തോറ്റതല്ലേ? പക്ഷെ നിങ്ങൾ ടീമാണെന്ന് ആലോചിക്കണം. നിങ്ങൾ ടീം തന്നെ ഇങ്ങനെ പരസ്യം ഇങ്ങനെ തല്ലാൻ പാടില്ല കേട്ടോ. പറഞ്ഞ കാര്യമില്ല. ഫ്രോഡ് കളിച്ച് ജയിക്കുക എന്നുള്ളത് പിന്നെ എൽദോയുടെ ഒരു ശീലമാണല്ലോ. പക്ഷെ അതിൽ പറയാതെ പോകാൻ വയ്യ. അക്ഷരം പോലും തിരിച്ചറിയാത്ത മിഥുൻ ചേട്ടനായി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളിങ്ങനെ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഹരം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ കലോത്സവത്തിൽ ഇന്ന് കഥാപ്രസംഗ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. കഥാപ്രസംഗത്തിന്റെ 100ാമത് വർഷമാണ്. നമുക്കറിയാം കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകത, കഥാപ്രസംഗത്തിൽ വിഖ്യാത ഇതിഹാസ കാഥികൻ സാംബശിവന്റെ സ്വന്തം മണ്ണാണ്. അവിടെ നിന്ന് കലോത്സവത്തിൽ കഥാപ്രസംഗത്തിന്റെ അരങ്ങുണരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ സന്തോഷമായിരിക്കും അല്ലേ? സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഥാപ്രസംഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് വിശദമായി തന്നെ എത്താം. നമുക്ക്